ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് പാവയ്ക്കയുടെ കയ്പ്പ് അല്പം ഒന്ന് കുറച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ്. ഇത് വെള്ള പാവയ്ക്കായാലും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഡാർക്ക് പച്ച കളറിലെ പാവയ്ക്കാണ്. നല്ല കയ്പ്പാണ് ഈ ഒരു പാവയ്ക്കായ്ക്ക്. ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് തിരുമ്മി എടുത്തതിന് ശേഷം അരമണിക്കൂർ നേരത്തേന് മൂടി വയ്ക്കുക. അരമണിക്കൂർ നേരത്തേന് ഇത് വെള്ളം വിടും. നല്ലവണ്ണം പിഴിഞ്ഞെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. കയ്പ്പ് കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗമാണത്. കയ്പ്പ് പ്രശ്നമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അരിഞ്ഞ് വെച്ചാൽ മതി. കടായി ചൂടായിട്ട് വെളിച്ചെണ്ണയാണ് ചേർത്തത്. വെളിച്ചെണ്ണയും പാവയ്ക്കയും നല്ലൊരു കോമ്പിനേഷനാണ്. കടുകിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ആദ്യമേ തന്നെ പാവയ്ക്ക ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് മൂടി വെച്ച് വേവിക്കരുത്. നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നേരത്തേനൊന്ന് നിരത്തിയിടുക. വീണ്ടും 1 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് 1/4 ഭാഗം വേകുന്നത് വരെ ഇങ്ങനെ തന്നെ തുറന്നിട്ട് തന്നെ വഴറ്റിയെടുക്കുക. മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പുഴുങ്ങിയ ഒരു ടേസ്റ്റ് വരും. ഇവിടെ വഴറ്റിയെടുത്ത് തന്നെയാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. 1/4 ഭാഗത്തോളം വെന്തിട്ടുമുണ്ട്. വെള്ളമയം ഒട്ടുമില്ല. വെള്ള കളർ പാവയ്ക്കാണെങ്കിൽ ഇതിലും വേഗത്തിൽ ഇത് വെന്ത് കിട്ടും. അതൊന്ന് 1/4 ഭാഗത്തോളം വെന്തിട്ട് വേണം ഉള്ളി ചേർക്കാനായിട്ട്. ഇത് ചെറുള്ളിയാണ്. 20-25 എണ്ണം ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ സവാളയായാലും ചേർത്താൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിന് അളവിന് ചേർക്കുക. ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് ചേർക്കുക. ഇനി ഒരു 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അതും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. 3-4 പച്ചമുളക്, അതും കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ട് ഇതുപോലെ ഇളക്കി ഓപ്പണായിട്ട് തന്നെ ഇട്ട് വഴറ്റിയെടുക്കുക. ആ ഉള്ളിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വഴന്ന് കിട്ടിയാൽ മതി. ഇവിടെയും മൂടി വെക്കേണ്ട. ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നില്ല. പാവയ്ക്കകത്ത് ഉപ്പുണ്ട്, അത് കാരണമാണ് ഉപ്പ് ചേർക്കാത്തത്. മുളക് പൊടി ചേർക്കണം എന്നുള്ളവർക്ക് ഒരല്പം മുളക് പൊടി ഈ ഒരു സമയത്ത് ചേർക്കാവുന്നതാണ്. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. പാവയ്ക്കായും വെന്ത് ഒന്ന് ചുരുങ്ങി വരും. സാധാരണ പാവയ്ക്ക തോരനകത്തൊന്നും മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. അതുകൊണ്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് വലിയൊരു തക്കാളിയാണ് ചേർക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇത്രയും പഴുത്ത തക്കാളി ചേർക്കണമെന്നൊന്നുമില്ല. ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താൽ മാത്രം മതി. പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. തക്കാളിയും ചേർത്തതിന് ശേഷം മൂടി വെക്കരുത്. തക്കാളിയുടെ വെള്ളം ഇറങ്ങി അതിൽ വെള്ളം പിടിക്കും. അത് കാരണം ഓപ്പണായിട്ട് തന്നെ നിരത്തിയിട്ട് തന്നെ ഇളക്കിയെടുത്ത് വേവിക്കുക. തക്കാളി സവാളയും കൂടെ ഒന്നിച്ച് ചേർക്കരുത്. തക്കാളിയുടെ വെള്ളമയം കാരണം സവാള ശരിക്കും വഴന്ന് വേഗത്തില്ല. അതുകൊണ്ടാണ് ഉള്ളി വഴന്നതിന് ശേഷം തക്കാളി ചേർക്കണം. തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിൽ ചേർക്കുന്നത് 1/2 കപ്പോളം തേങ്ങയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർക്കാം. ആ തേങ്ങയെല്ലാം നല്ലവണ്ണം ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി. മൂടി വെക്കേണ്ട. തുറന്ന് വെച്ച് നല്ലവണ്ണം ഇളക്കിയെടുക്കുക. ആ തക്കാളിയുടെ ചെറിയൊരു പുളിപ്പും തേങ്ങയെല്ലാം ചേരുമ്പോഴത്തേന് നമ്മൾ പ്രത്യേകിച്ച് ഉപ്പിട്ട് പിഴിഞ്ഞതും കാരണം നല്ലവണ്ണം ഇതിൻ്റെ കയ്പ്പ് കുറഞ്ഞു കിട്ടും. തീരെ ഇല്ലെന്നല്ല, കുറഞ്ഞു കിട്ടും. പ്രത്യേകിച്ച് ഈ പച്ച കളറിലെ പാവയ്ക്കയ്ക്ക് ഭയങ്കര കയ്പ്പാണെന്നറിയാമല്ലോ. തേങ്ങ നന്നായിട്ട് ചൂടായതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തതെങ്കിൽ ലാസ്റ്റിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കല്ലേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.